بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي രണ്ടാം വാള്യം. സർഉൽ അഅ്ലാഇ അവയവങ്ങൾ വെച്ചുപിടിപ്പിക്കൽ. സർഉൽ അഅ്ലാഇ സബ്അതു അഖ്സാമിൻ, അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യൽ 7 വിധേനയുണ്ട്. അഹദുഹ, അവകളിൽ ഒന്ന്, സർഉ ഉളുവിൻ സ്വിനാഇയ്യിൻ, ആർട്ടിഫിഷ്യലായിട്ടുള്ള അവയവങ്ങളെ വെച്ചുപിടിപ്പിക്കൽ. ഫഹാദ ജായിസുൻ, അത് ജായിസാണ്. ബികുല്ലി ത്വാഹിരിൻ, എല്ലാ ശുദ്ധിയുള്ള വസ്തുക്കളെ കൊണ്ടും. പക്ഷേ ഗൈരി ദഹബി വൽ ഫില്ലത്തി, സ്വർണവും വെള്ളിയും അല്ലാത്ത, താൽക്കാലികമായി കാല് ഉണ്ടാക്കുന്നത് പോലെ സ്വർണവും വെള്ളിയും പറ്റില്ല. അമ്മാ മാ സുനിഅ മിൻഹുമ, സ്വർണവും വെള്ളിയാലും നിർമ്മിക്കപ്പെട്ടത്, ഫയജൂസു, അത് ജായിസാണ്. ലിൽ മർഅത്തി, സ്ത്രീക്ക് ജായിസാണ്. മുത്ലഖൻ, നിരുപാധികം. അത് പല്ല് എന്നോ വിരൽക്കൊടി, മൂക്ക് എന്നില്ല, ഏത് അവയവവും സ്ത്രീകൾക്ക് സ്വർണം വെള്ളി കൊണ്ട് ജായിസാണ്. വലാ യജൂസു ലിർറജുലി വൽ ഖുൻസ, പുരുഷനും ഖുൻസക്കും ജായിസല്ല. സ്വർണം വെള്ളിയിൽ നിർമ്മിക്കപ്പെട്ടതിൽ നിന്ന് ജായിസല്ല. ഇല്ലൽ അൻഫു, മൂക്ക്, വൽ അൻമിലത്തു, വിരൽക്കൊടികൾ, വൽ അസ്നാനു, പല്ലുകൾ, ഇവയല്ലാതെ മറ്റൊന്നും ജായിസല്ല. ഇവകൾ മാത്രമേ പുരുഷന്മാർക്കും ഹുൻസകൾക്കും ജായിസാവുകയുള്ളൂ. വസാനിഹ, രണ്ടാമത്തെ ഇനം, സർഉ ഉളുവിൻ ഹയവാനിൻ, സർഉ ഉളുവി ഹയവാനിൻ, ഒരു ജീവിയുടെ അവയവം വെച്ചുപിടിപ്പിക്കൽ. എങ്ങനെയുള്ള ജീവി? മഅ്കൂലിൻ, ആ ജീവിയെ തിന്നപ്പെടാൻ പറ്റുന്നതാണ്. ബഅദ സകാത്തിഹി, അതിന് അറുത്തതിന്റെ ശേഷം അതിന്റെ അവയവം വെച്ചുപിടിപ്പിക്കൽ. ഫഹാദ അയ്ളൻ ജായിസുൻ, അതും അനുവദനീയമാണ്. ഫലവിൻകസറ ഉളുവുഹു, ഒരു മനുഷ്യന്റെ അവയവം മുറിഞ്ഞുപോയാൽ, ഔ ഖുതിഅ, അല്ലെങ്കിൽ അതിന് മുറിക്കപ്പെട്ടാൽ. ആദ്യം പറഞ്ഞത് ഇൻകിസാർ എന്ന പൊട്ട് കുടുങ്ങിയാൽ, അല്ലെങ്കിൽ അതിനെ പാടെ മുറിക്കപ്പെട്ടാൽ. ജാസ തർഖീഉഹു, അതിനെ വെച്ച് തുന്നിപ്പിടിപ്പിക്കൽ ജായിസാണ്. ഔ തഅവീലുഹു, അല്ലെങ്കിൽ പകരം വെക്കൽ ജായിസാണ്. ബിശൈഇൻ മിൻ ദാലിക, തിന്നപ്പെടുന്ന ജീവിയുടെ അവയവത്തിൽപ്പെട്ട ഒന്നുകൊണ്ട് പകരം വെക്കൽ ജായിസാണ്. വസാലിസുഹ, മൂന്നാമത്തെ ഇനം, ഇസ്തിഖ്ദാമു ഉളുവിൻ നജസിൻ, നജസായ അവയവം കൊണ്ട് സഹായം തേടൽ. വ ഇന്നമാ യജൂസു, അത് ജായിസാകും. ഇൻദൽ ഇൽത്തിറാരി, അനിവാര്യഘട്ടത്തിൽ മാത്രം. നജസ് എന്ന് പറഞ്ഞാൽ ഒരു ശവത്തിൽ നിന്നുള്ള അവയവം, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത ജീവനുള്ള ജീവിയിൽ നിന്ന് വേർപിരിഞ്ഞത്, അത് നജസാണല്ലോ. അനിവാര്യഘട്ടത്തിലേ ജായിസാവുള്ളൂ. വലൗ വതസിഹു സലാത്തുഹു, അങ്ങനെ വെച്ച് പിടിപ്പിച്ച അവയവം അത് നജസാണ്,
ആ നജസ് വെച്ച് പിടിപ്പിച്ചാൽ അയാളുടെ നിസ്കാരം സഹിയാകും ലിദറൂറത്തി അത്യാവശ്യത്തിന് വേണ്ടി. പിന്നെ യജിബു അലൈഹി അവന്റെ മേൽ നിർബന്ധമാകും നസ്ഉഹു ആ അവയവത്തെ ഊരിയെടുക്കൽ നിർബന്ധമാണ്. ഇദാ വജദ ത്വാഹിറൻ ശുദ്ധിയുള്ള ഒരു അവയവത്തെ അവൻ കിട്ടിയാൽ, ഇൻ അംകന ആ ഊരിയെടുക്കാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ, ബിലാ മശഖത്തിൻ ലാ തുഹ്തമലു ആദതൻ സാധാരണഗതിയിൽ സഹിക്കപ്പെടാത്ത ഒരു പ്രയാസമൊന്നുമില്ലാതെ ഊരിയെടുക്കാൻ കഴിയുമെങ്കിൽ ഊരിയെടുക്കൽ നിർബന്ധമാണ്. വഖിയാതത്തുൽ ജുർഹി ഒരു മുറിവ് സംഭവിച്ചാൽ ആ മുറിവിന് സ്റ്റിച്ചിടൽ, മുദാവാത്തുഹു അതിന് മരുന്ന് പുരട്ടിക്കൊടുക്കലും, ബിൻ നജസി അത് രണ്ടും നജസ് കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ, കൽ ജബിരി ബിഹി നജസായ അവയവം കൊണ്ട് പരിഹരിക്കും പോലെ തന്നെയാണ് ഫീമാ ദുക്കിറ ഈ പറയപ്പെട്ട വിഷയത്തിൽ. അഥവാ അത് അനിവാര്യ ഘട്ടത്തിൽ ജായിസാണ്. ശുദ്ധിയുള്ളത് കിട്ടിയാൽ അത് മാറ്റണം എന്നർത്ഥം. വറാബിഉഹ നാലാമത്തെ ഇനം അത്തർഖീഉ തുന്നിപ്പിടിപ്പിക്കൽ, അവിത്തഅവീലു അല്ലെങ്കിൽ മാറ്റിവെക്കൽ, ബിഉളുവി ആദമിയിൻ മയ്യിത്തിൻ മയ്യിത്തായ ഒരു മനുഷ്യന്റെ അവയവത്തെ വെച്ചുപിടിപ്പിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുക, അവയവം കൊണ്ട് മാറ്റിവെക്കുക. ഫഹാദ ഈ പറഞ്ഞ രൂപം ഇന്നമാ യജൂസു ഇൻദൽ ഇൽത്തിറാരി അനിവാര്യഘട്ടത്തിലേ അത് ജായിസാവുകയുള്ളൂ. ഇല്ലം യജിദ് ഗൈറഹു ആ അവയവമല്ലാത്തത് പറ്റുന്നില്ലെങ്കിൽ, സ്വാലിഹൻ ലഹു അവന് അത് പറ്റുന്നില്ലെങ്കിൽ, അവയവമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കപ്പെടുന്ന ജീവിയുടെ അതിനെ അറുത്തതിന്റെ ശേഷം അത് പറ്റുകയാണെങ്കിൽ അതില്ലെങ്കിൽ നായയും പന്നിയും അല്ലാത്ത മറ്റു ജീവികളുടെ അവയവം അതൊന്നും കഴിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലാണ് ഈ പറഞ്ഞത്. ഫലൗ വജദൽ മുൽത്തറു അനിവാര്യഘട്ടത്തിലെത്തിയവന് കിട്ടിയാൽ, ത്വാഹിറൻ ഒരു ത്വാഹിറായ അവയവത്തെ തന്നെ കിട്ടി, ഔ നജസൻ അല്ലെങ്കിൽ നജസിനെ കിട്ടി, യസ്ലഹു ലിസ്സർഇ അത് വെച്ചുപിടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് എങ്കിൽ ഫയഹ്റുമു ഇസ്തിഖ്ദാമു ഉളുവി ആദമിയിൻ മനുഷ്യന്റെ അവയവത്തെ കൊണ്ട് സഹായം തേടൽ അത് ഹറാമാണ്. അപ്പോ ഇതൊന്നും കിട്ടുന്നില്ലെങ്കിലേ മനുഷ്യന്റെ അവയവം എടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. വഹാമിസുഹ അഞ്ചാമത്തെ ഇനം ഇസ്തിഅമാലു ഉളുവിൻ മുബാനിൻ മിൻ നഫ്സിഹി അവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വേർപെട്ട അവയവത്തെ ഉപയോഗിക്കൽ. കൈ മുറിഞ്ഞു പോയതാണ്, കാല് മുറിഞ്ഞു പോയതാണ്, അതിനെ തന്നെ ഉപയോഗിക്കൽ. ഫഇ വസലഹു അതിനവൻ ചേർത്ത് വെച്ചാൽ, ബി മഹല്ലിഹി അതിന്റെ സ്ഥാനത്തോട്, അല്ലദീ ഇൻഫസല മിൻഹു ആ സ്ഥാനത്തിൽ നിന്നാണ് അത് പിരിഞ്ഞു പോയത്, ആ സ്ഥാനത്തോട് ഇപ്പൊ വിരൽ അറ്റുപോയി, ആ വിരൽ എവിടുന്നാണോ അറ്റുപോയത് അവിടെ തന്നെ വെച്ച് പിടിപ്പിച്ചാൽ ജായിസാണ്. ഔ ബി മക്കാനിൻ ആഖറ മിൻ നഫ്സിഹി അവന്റെ ശരീരത്തിലെ മറ്റൊരു സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ, ഫഇന്നമാ യജൂസു അത് ജായിസാകും, ഇൻദൽ ളറൂറത്തി അനിവാര്യ ഘട്ടത്തിൽ മാത്രം അത് ജായിസാണ്. വസാദിസുഹ ആറാമത്തേത് ഖത്ഉ ബഅലിൻ മിൻ ജിസ്മിഹി അവന്റെ ശരീരത്തിൽ നിന്ന് അല്പം മുറിച്ചെടുക്കുക, ലിതർഖീഇ ഔ തഅവീലി ഉളുവിൻ ആഖറ മിൻഹു അവന്റെ ശരീരത്തിൽ നിന്നുള്ള മറ്റൊരു അവയവത്തിന് വെച്ച് തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടിയോ പകരം വെക്കാൻ വേണ്ടിയോ. ഇപ്പൊ തൊടയിൽ നിന്നൊക്കെ തൊലിയെടുത്ത്
മുറിവുള്ള മറ്റു ഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി മുറിച്ചെടുക്കാറുണ്ട്. ഫഹാദ ഐലൻ ജായിസുൻ, അതും അനുവദനീയമാണ്. ഇൻദൽ ളറൂറത്തി, അനിവാര്യഘട്ടത്തിൽ. ഇൻകാനൽ ഖൗഫു ഫീഹി അഖല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന പേടി അത് വളരെ കുറവാണ്, ആ പേടി കുറവാണ് എങ്കിൽ ജായിസാണ്. വസാബിഉഹ, ഏഴാമത്തെ ഇനം ഖത്ഉ ബഅലിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ബഅലിനെ മുറിക്കുക. ലിസർഇഹി ഫി ഇൻസാനിൻ ആഖറ, മറ്റൊരാളുടെ ശരീരത്തിൽ അതിനെ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി. വൃക്ക, അതുപോലെ കണ്ണ്, ഇതുപോലത്തത് മുറിച്ചെടുക്കുക. ഫഹാദ ഹറാമുൻ, അത് ഹറാമാണ്. ഫലാ യജൂസു, അതുകൊണ്ട് തന്നെ ജായിസ് അല്ല. നഖ്ലു നഹ്വി ഐനിൻ, കണ്ണ് പോലോത്തത് മാറ്റിവെക്കൽ. വകുല്യത്തിൻ, വൃക്ക പോലോത്തതും. മിൻ ഇൻസാനിൻ ഹയ്യിൻ, ജീവനുള്ള ഒരു മനുഷ്യനിൽ നിന്ന് ഇല ആഖറ, മറ്റൊരാളിലേക്ക് അത് നഖൽ ചെയ്യൽ അത് അനുവദനീയമല്ല. വകദാ അഖ്ദുഹു ലിനഫ്സിഹി, അപ്പോൾ ഇവൻ കൊടുക്കലും അനുവദനീയമല്ല, ഇനി അവൻ വാങ്ങലും അനുവദനീയമല്ല. ലിനഫ്സിഹി, അവന് വേണ്ടി. ആരിൽ നിന്ന് വാങ്ങൽ ജായിസല്ല? മിൻ മഅസൂമിൻ, ഇസ്ലാമിൽ രക്തത്തിന് വില കൽപ്പിക്കപ്പെടുന്ന മഅസൂമിൽ നിന്ന് വാങ്ങലും ജായിസല്ല. മഅസൂമല്ലാത്ത ഹർബിയായ കാഫിറോ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദോ, അല്ലെങ്കിൽ സാനി വ്യഭിചരിക്കുന്നവനോ, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്നവനോ ഒക്കെ ആണെങ്കിൽ അവന്റെ വൃക്ക വാങ്ങൽ ജായിസാണ് അനിവാര്യഘട്ടത്തിൽ. അവന്റെ ജീവിതകാലത്താവട്ടെ അവന്റെ കാലശേഷമാവട്ടെ അവന്റെ വൃക്ക വാങ്ങൽ ജായിസാണ്. അല്ലാതെ നിസ്കരിക്കുന്ന ഒരു നല്ല സത്യവിശ്വാസി, ഒരു ഹുർമത്ത് കൽപ്പിക്കേണ്ട വ്യക്തിയിൽ നിന്ന് അതൊന്നും വാങ്ങൽ അനുവദനീയമല്ല. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.